ഹലോ, എന്നറിയാവോ, നമ്മൾ ആരോടും ഷെയർ ചെയ്യാൻ പറ്റാത്ത ഒരു 5 കാര്യങ്ങളുണ്ട്. ഇത് നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം കേട്ടോ. ഈ 5 കാര്യങ്ങൾ നമ്മൾ ആരോടും ഷെയർ ചെയ്യാൻ പാടില്ല കേട്ടോ. അതിൽ ഒന്നാമത്തേതാണ് നമ്മുടെ സാമ്പത്തികം. നമുക്ക് എന്തെങ്കിലും മിച്ചം പിടിക്കാനോ എന്തെങ്കിലും പൊട്ടും പൊടിയോ ഒക്കെ നമ്മുടെ കയ്യിൽ ഉണ്ടാവും. അത് ആരോടും നമ്മൾ ഷെയർ ചെയ്യാൻ പാടില്ല. അതായത് നമ്മുടെ സാമ്പത്തിക വരുമാനമാവട്ടെ, അതിൻ്റെ സ്രോതസ്സാവട്ടെ, ഒന്നും ആരോടും ഷെയർ ചെയ്യാൻ പാടില്ല. രണ്ടാമത്തെ കാര്യം, നമ്മുടെ സ്വപ്നങ്ങൾ. നമുക്ക് എന്തെങ്കിലും സ്വപ്നങ്ങളുണ്ടാവും. നമ്മൾക്ക് അതിന് മുമ്പേ നമ്മൾ എന്താ ചെയ്യണം, നേരത്തെ പാടിക്കൊണ്ട് നടക്കും. അതും ആരോടും പാടില്ലാത്ത കാര്യം. എനിക്കിതിനെപ്പറ്റി ഒന്നും അറിയില്ലായിരുന്നു കേട്ടോ. ഞാൻ ഇതൊക്കെ പാടിക്കൊണ്ട് നടന്നു. അങ്ങനെ എൻ്റെ പല സ്വപ്നങ്ങളും ഇതേപോലെ എന്താ പറയണ്ടേ, ചിറക് മുളയ്ക്കുന്നതിന് മുമ്പേ കരിഞ്ഞു പോയ പല സ്വപ്നങ്ങളും ഉണ്ട്. അത് ഇതേപോലെയാണ്, പാടിക്കൊണ്ട് നടക്കത്തില്ല. അപ്പം ആ കാര്യം എന്താ പറയുക, നമ്മൾ മനഃപൂർവ്വം അത് ശ്രദ്ധിക്കണം. ആരോട്, നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട്സിനോട് പോലും നമ്മുടെ സ്വപ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാൻ പാടില്ല കേട്ടോ. പിന്നെ മൂന്നാമത്തെ എന്താ, നമ്മുടെ കുടുംബ പ്രശ്നങ്ങൾ. അത് മറ്റുള്ളവരോട് നമ്മൾ പറയാൻ പാടില്ല. ആരും ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, ഹസ്ബൻഡും വൈഫും തമ്മിലുള്ള പ്രശ്നങ്ങൾ അത് നിങ്ങൾ തന്നെ നിങ്ങളുടെ ഉള്ളിൽ തന്നെ സോൾവ് ചെയ്ത് തീർക്കണം. അതിലേക്ക് അത് ആരെയും അറിയിക്കാൻ പാടില്ല. പിന്നെ ഉണ്ടായിരുന്നു, ഇതാണ്, കാണപ്പാടം പഠിച്ചു വെച്ച് ഇങ്ങനെ ഇരിക്കും, പലതും മറന്നുപോകും. നാലാമത്തത് നമ്മുടെ ബലഹീനത. നമ്മൾ മനുഷ്യരാണ്, നമുക്കൊരുപാട് കുറ്റങ്ങളും കുറവുകളും നമ്മുടേതായിട്ടുള്ള ബലഹീനതകളും എല്ലാം ഉണ്ടാവും. അതും ആരുമായിട്ടും നമ്മൾ ഷെയർ ചെയ്യാൻ പാടില്ല. എനിക്ക് ഇന്നതുണ്ട്, എനിക്ക് ഇന്ന കുഴപ്പമുണ്ട് എന്ന് പറഞ്ഞാൽ ആരോടും പറയാൻ പാടില്ല കേട്ടോ. അഞ്ചാമത്തത് രഹസ്യം. നമ്മൾ ആരെങ്കിലും നമ്മളോടൊരു കാര്യം വന്ന് പറയുന്ന കാര്യം നമ്മൾ ഒരിക്കലും, നമ്മുടെ തല പോയാൽ അത് പറയാതെ, അവരോട് നമ്മൾ ചെയ്യുന്ന ഒരു ദ്രോഹമായിരിക്കും. അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ രഹസ്യം സൂക്ഷിക്കാൻ പറ്റുന്നവരാണെങ്കിൽ മാത്രം കേൾക്കുക, ഇല്ലെങ്കിൽ കേൾക്കാതിരിക്കുക. അവരോട് പറയുക, അയ്യോ എൻ്റെ കൊച്ചെ എന്നോട് പറഞ്ഞേക്കില്ല, എനിക്ക് രഹസ്യം സൂക്ഷിക്കാൻ പറ്റത്തില്ല, ഞാൻ ആരോടെങ്കിലും പറഞ്ഞു പോകും എന്ന് അവരുടെ മുഖത്ത് നോക്കി പറഞ്ഞാൽ സാരമില്ല. അവർ പറയുന്ന ഒരു കാര്യം മറ്റുള്ളവരോട് നമ്മൾ പറയാൻ നിൽക്കരുത് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ എല്ലാവരും ശ്രദ്ധിക്കണേ. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ വീണ്ടും കാണാം.